എല്ലാവർക്കും നമസ്കാരം. അന്ന് 500 രൂപ ഫീസ് നൽകി തെലങ്കാനയിൽ തടവുകാരനായി. ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ ശരിക്കും അയാൾ തടവുകാരൻ. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 15 വർഷമായി ജയിൽ ജീവിതത്തെക്കുറിച്ച് തനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നുവെന്നും അത് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നാണ് 2018 ജയിലിൽ താമസിച്ച ശേഷം ബോബി എമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. നടി ഹണി റോസിനെതിരായ ലൈംഗികാതിക്ഷേപം നടത്തിയെന്ന കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതോടെ വ്യവസായി ബോബി എമ്മണ്ണൂർ അഴിക്കുള്ളിൽ 14 ദിവസത്തേക്കാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബോബിയെ റിമാൻഡ് ചെയ്തത്. ബോബിയുടെ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ടായിരുന്നു റിമാൻഡ് ചെയ്ത് കോടതി ഉത്തരവിട്ടത്. അതോടെ ബോബിയെ കാക്കനാട് ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇത് ബോബി എമ്മണ്ണൂരിന്റെ ആദ്യത്തെ ജയിൽവാസമല്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് തെലങ്കാനയിലെ ജയിലിൽ ബോബി എമ്മണ്ണൂർ തടവുകാരനായിരുന്നു. പക്ഷേ ജയിൽ വകുപ്പിന്റെ ഫിൽദി ജയിൽ പദ്ധതിയിൽ ഫീസ് നൽകിയാണ് അന്ന് ബോബി എമ്മണ്ണൂർ ജയിൽവാസം അനുഭവിച്ചത്. ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം ബോബി എമ്മണ്ണൂർ ഒരു കേസിൽപ്പെട്ട് ശരിക്കും ജയിലായിരിക്കുകയാണ്. തനിക്കെതിരെ അധിക്ഷേപം നടത്തിയെന്ന കേസിൽ കാക്കനാട് ജയിലിലാണ് ബോബി അഡീഷണൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 2018 ജയിൽ വകുപ്പിന്റെ ഫിൽദി പദ്ധതിയുടെ ഭാഗമായി ബോബി എമ്മണ്ണൂർ ജയിലിൽ താമസിപ്പിച്ചത്. തെലങ്കാന സംഗറെഡ്ഡിയിലെ സെൻട്രൽ ജയിലിലായിരുന്നു അന്നത്തെ അയാളുടെ താമസം. ഒരു തടവുകാരൻ എങ്ങനെയാണോ ജയിലിൽ കഴിയുന്നത് അതേ രീതിയിലായിരുന്നു ഫിൽദി ജയിൽ പദ്ധതിയിൽ പങ്കെടുക്കുന്നവർക്കും ജയിലിൽ താമസം ഒരുക്കിയിരുന്നത്. ഇയാൾ നേരത്തെ കരുതിയിരുന്നു ജയിലിൽ പോകേണ്ട കാര്യം. ഒരു ദിവസം ജയിലിൽ കഴിയാൻ ഒരാൾക്ക് 500 രൂപയായിരുന്നു അന്ന് തെലങ്കാന വകുപ്പ് ജയിൽ വകുപ്പ് ഈടാക്കിയിരുന്ന ഫീസ്. 2018 ബോബിക്കൊപ്പം 2 സുഹൃത്തുക്കളും ഈ പദ്ധതി പ്രകാരം ജയിലിൽ താമസിച്ചിരുന്നു. ജയിലിൽ തടവുകാർക്ക് നൽകുന്ന ഭക്ഷണമായിരുന്നു താമസത്തിനെത്തിയവർക്കും നൽകിയിരുന്നത്. ജയിലിന് സമാനമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയന്ത്രണമുണ്ടായിരുന്നു. തടവുകാർ ജയിലിൽ ചെയ്യുന്ന ജോലികൾ ചെയ്യാനും താമസക്കാർക്ക് അവസരം ലഭിക്കും. കഴിഞ്ഞ 15 വർഷമായി ജയിൽ ജീവിതത്തെക്കുറിച്ച് തനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു, അത് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നാണ് 2018 ജയിലിലെ താമസത്തിനെന്നും ബോബി എമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥരെയും തനിക്കറിയാമെന്നും എനിക്ക് എൻ്റെ ആഗ്രഹം ഞാൻ അവരോട് പല സന്ദർഭങ്ങളിലും പറഞ്ഞിരുന്നുവെന്നും ഒരു ദിവസം ജയിൽ ജീവിതം അനുഭവിക്കുന്ന സഹായിക്കണമെന്നാണ് അവരോട് പറഞ്ഞതെന്നും പക്ഷെ കുറ്റം ചെയ്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നായിരുന്നു അവരുടെ എല്ലാം മറുപടി എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുകയാണ് പത്തനംതിട്ട സംഗറെഡ്ഡിയിലെ പഴയ ജയിലിൽ താമസിക്കാനുള്ള അവസരത്തെക്കുറിച്ച് അറിഞ്ഞത്. അതോടെ ജയിലിൽ താമസിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാമെന്നു അന്ന് ബോബി എമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. 20 വർഷത്തോളം പഴക്കമുള്ള സംഗറെഡ്ഡിയിലെ ജയിലിലാണ് തെലങ്കാന ജയിൽ വകുപ്പ് ഫിൽദി ജയിൽ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച സംഗറെഡ്ഡി ജയിൽ പിന്നീട് ഒരു മ്യൂസിയമാക്കി മാറ്റിയ ശേഷമായിരുന്നു ജയിൽ വകുപ്പ് പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ ഏതായാലും അയാൾക്ക് 500 രൂപയോ ഒന്നും കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് സംസ്ഥാന സർക്കാർ സബ് ജയിലിലേക്ക് തന്നെ മാറ്റം കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് 15 ദിവസത്തേക്ക് അയാൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറയുന്നത് കാലത്തിന്റെ തിരിച്ചടി കിട്ടുന്നത്. അഹങ്കാരത്തിന്റെ ഒരു തിരിച്ചടിയാണിത് എന്ന് പറയേണ്ട അവസരമാണിത്. വ്യക്തിപരമായി ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയിരുന്നു, അതിനുള്ളൊരു തിരിച്ചടിയാണിത്. മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പായിട്ട് കരുതിയാൽ ഏറ്റവും നല്ലതായിരിക്കും. 500 രൂപ ഫീസ് കൊടുത്ത് ജയിലിൽ പോയവർക്ക് ഇപ്പോൾ ഇങ്ങോട്ട് 500 രൂപ കിട്ടുന്ന സ്ഥിതിയിലേക്ക് ജോലി ചെയ്യുന്നതിന് അവിടുന്ന് പൈസ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാന്യമായിട്ട് പെരുമാറാൻ ആദ്യം ശ്രമിക്കുക. സ്ത്രീകളോട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ്